ഉൾപ്പടി കുറെ ചങ്കത്തിനെ കണ്ടു പത്ത് ഇതാദിട്ടുള്ളൂ നീ വന്നേ തമ്മില് സർപ്രൈസ് ആയിതാ അപ്പൊ ഞെട്ടിക്കാൻ വേണ്ടി വന്നേനെ ഇന്നലെ പിന്നെ നൈറ്റില്ലേ മോനെ പറയാൻ താനിത്ത ആൾക്കാർ എന്നെ അടിക്കുന്നു ഇനി നമ്മളെ കാര്യം അന്വേഷിക്കുന്ന കാര്യല്ലേ ഇവനുണ്ടല്ലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാ പിന്നെ എപ്പോഴെങ്കിലും വരാം പിന്നെ വന്നേ ശരിയാ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മിഠായി നോട്ട് എന്തിട്ട് മിഠായി സിൽക്ക് അത് വേണ്ട അത് ഏതെങ്കിലും കാമ്പന്മാരെ കൊടുത്തോ അത് നീ എന്റെ അമ്മ എടുത്ത് പല വ്യാഴാഴ്ച ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും ഭക്ഷണം മേടിച്ച് എന്റെ മോട്ട് എടുത്താൽ മതി ഞങ്ങക്ക് ഫുഡില്ലേ രശ്മിപ്രീ ഇതുപോലെ പോസ് ചെയ്യുന്നാണ് പറയണേ കാണാം അവിടെ ചെന്നിട്ട് നിന്റെ തിത്തി കളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൺസെറ്റ് വേണ്ടീ അത് നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ നീ ഉണ്ടാക്കും അന്നെ വീട്ടിൽ നിന്ന് വിടില്ലടാ നീ ഒരു കാര്യം ചെയ്യ് എന്റെ വീട്ടിലേക്ക് വാ നീ വീട് അടിപൊളിയല്ലേ ആ ശരി അവിടെ എന്തെങ്കിലും അവിടെ നീ മര്യാദക്ക് എടുത്ത് കാണിച്ചതായോ അപ്പൊ ഞാൻ പറയും നീ ദി ബെസ്റ്റ് എന്ന് പറയുന്നത് അവന്റെ ക്യാമറക്ക് നല്ലതല്ല അവരുടെ ഫോട്ടോസ് നല്ലതാണോ ചിലരെ പോലെയല്ല അങ്ങനെ ചോദിക്കണത് എങ്ങനെ മോഡലാണോ അതുപോലെ പോസ് ചെയ്യാൻ അറിയണം നോക്കിക്കോ ഒരു ദിവസം പോയി ഫ്രണ്ട് പേജിൽ എന്നിട്ട് ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവില്ല ഗായത്രിയോട് ഇറക്കുള്ളോ ഇവിടെ മറ്റേ ക്രൈസ്റ്റ് പച്ചിങ്ങനെ വരുമ്പോ ഇവിടുന്ന് ഒരു വെട്ട് ബാക്കില് എടാ വൃത്തിയായിട്ടവളോട് പറഞ്ഞത് പേരൻസ് നമുക്ക് തകർക്കാന്ന് പറഞ്ഞോളേ അവളെല്ലെങ്കിൽ അങ്ങനെ എന്റെ ചേച്ചിയുടെ കല്യാണത്തിൽ വരാൻ പറഞ്ഞപ്പോ അവള് പിറ്റേ ദിവസം പ്രൊജക്റ്റ് ആയി ഞാൻ വരില്ല. ഇത് മറ്റേ ആനവാല് അല്ല സാധാരണ എക്സിബിഷന് പോകുമ്പോ അങ്ങനെ ഇട്ടത് കിട്ടിയില്ലെങ്കിൽ കാശ് എടുത്ത് പോകും കാട്ടി പോയി ഹണ്ട് ചെയ്ത പുലിയുടെ കണ്ണാണ് എന്തൊക്കെ പ്രശ്നങ്ങളാ ഒരു ദിവസം അവൾക്ക് ഇത് വെട്ടാൻ വേണ്ടി നിന്നപ്പോ എന്റെ അമ്മോട് ഇട്ടു വേറെ ഒരു പാർട്ടി ആയിട്ട് കണ്ടക്ട് ചെയ്താൽ മതി. അപ്പൊ നിന്റെ കസിൻസിനൊക്കെ ഞാൻ നോക്കണ്ടേ അത് ഞാൻ നിന്റെ വഴി തെറ്റിപ്പോയി നിങ്ങൾ അവിടെ അറേഞ്ച് അങ്ങനെ ക്യാമറമാൻ ആക്കിയില്ലേ നിന്റെ പരിപാടിക്ക് ഞാനൊന്നും ക്യാമറ കൊണ്ടിട്ടില്ല നേരത്ത് നമ്മളീ പെണ്ണുങ്ങളായിരുന്നു ശ്രദ്ധിക്കാറില്ല ഒന്നും അറിയില്ലല്ലോ അല്ലേ
ബോക്സ് അനിയത്തിയും പോവൻ എന്തിന് അവൾ പ്രായപൂർത്തി പതിനെട്ടായിട്ടില്ലേ ഇപ്പോഴും? എന്നോട് പറഞ്ഞോളൂ. 3.5 വർഷമായി മുംബൈയിൽ റെഡി ടു മിങ്കിളാവാൻ നോക്കണതാ. എനിക്ക് പെണ്ണ് കിട്ടണ്ട കഴിവില്ലല്ലോ. ഇതന്നെ പടം വരയ്ക്കാൻ കഴിവില്ലല്ലോ. പടം വരയ്ക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. വരച്ച് വീഴ്ത്തണം മോനെ. പിന്നെ അതുപോലെ വീടാൻ പൊട്ടി പെണ്ണുങ്ങളില്ല. ഈ പെണ്ണ് നോക്കണ്ടാ ചെക്കനെ നോക്കിയാണ് ഈ പെണ്ണൊന്നും ഇഷ്ടമല്ല, ചെക്കന്മാരെ ഇഷ്ടം. സത്യം